ഹലോ എവ്രിവൺ. ഞാൻ വെയിറ്റ് ആൻഡ് വാച്ച് എന്ന് പറഞ്ഞ് നേരത്തെ പോയതാണല്ലോ. ഓക്കെ, അപ്പം ഞാനിപ്പോൾ വന്നിട്ടുള്ളത്, അതായത് ഞാൻ എൻ്റെ റിയാക്ഷൻ്റെ ബാക്കി എന്ന് പറഞ്ഞിട്ട് പറയാൻ പോകുന്നത് ആക്ച്വലി എൻ്റെ മമ്മിയുടെ റിയാക്ഷനാണ് കേട്ടോ. പക്ഷെ മമ്മി തന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞ പോലത്തെ റിയാക്ഷനൊന്നും അല്ല കേട്ടോ, നല്ല മ്യൂസിക്കൽ റിയാക്ഷനാണ് കേട്ടോ. അതും ഓൾഡ് ഈസ് ഗോൾഡായ ഒരു പാട്ടിൻ്റെ ഒരു സ്ട്രക്ചറിൽ മമ്മി നല്ല അസ്സല് സംഭവം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പാടിത്തരാൻ പോകുന്നത്. ഇത് അയച്ചു തന്നിട്ട് 2 ദിവസമായി കേട്ടോ. പക്ഷെ അത് പാടുമ്പോൾ എനിക്ക് പാടി മുഴുമിക്കാൻ പറ്റുമോ എന്ന് എനിക്കൊരു ചെറിയൊരു സംശയം തോന്നിയിട്ട് ഞാനിങ്ങനെ ഒരു കൺഫ്യൂഷനിലാണ്. എന്തായാലും നിങ്ങളും അത് എൻജോയ് ചെയ്യും. ഓക്കെ, അപ്പോൾ ലെറ്റ് മീ സ്റ്റാർട്ട്. മാരാരേ മാരാരേ മണ്ടത്തരം പറയല്ലേ മാരാരേ, വായിൽ വന്നത് വിളിച്ച് പറയണ മലയാളി നടനാണ് നീ, ഒരു മലയാളി നടനാണ് നീ. മാരാരേ മാരാരേ മണ്ടത്തരം പറയല്ലേ മാരാരേ, വായിൽ വന്നത് വിളിച്ച് പറയണ മലയാളി നടനാണ് നീ, ഒരു മലയാളി നടനാണ് നീ. മലയാളക്കരയിൽ പിറന്നു, പിന്നെ ബിഗ് ബോസിൽ കേറി വളർന്നു. മലയാളക്കരയിൽ പിറന്നു, പിന്നെ ബിഗ് ബോസിൽ കേറി വളർന്നു. മണ്ടത്തരം പറഞ്ഞിട്ടും ട്രോളിൽ തളരാത്ത ഉഷിരുള്ള ആണാണ് നീ, ഒരു ഉഷിരുള്ള ആണാണ് നീ. മാരാരേ മാരാരേ മണ്ടത്തരം പറയല്ലേ മാരാരേ, വായിൽ വന്നത് വിളിച്ച് പറയണ മലയാളി നടനാണ് നീ, ഒരു മലയാളി നടനാണ് നീ. പ്രസവങ്ങൾ എൻജോയ് ചെയ്ത് വീണ്ടും അബദ്ധം പറഞ്ഞല്ലോ. പ്രസവങ്ങൾ എൻജോയ് ചെയ്ത് വീണ്ടും അബദ്ധം പറഞ്ഞല്ലോ. അബദ്ധം പറഞ്ഞതും ഭാര്യ പറഞ്ഞതും ഇനിയും എനിക്ക് വേണമെന്ന്, 5 എണ്ണം ഇനിയും എനിക്ക് വേണമെന്ന്. മാരാരേ മാരാരേ മണ്ടത്തരം പറയല്ലേ മാരാരേ, വായിൽ വന്നത് വിളിച്ച് പറയണ മലയാളി നടനാണ് നീ, ഒരു മലയാളി നടനാണ് നീ. 2 കിലോ അരി എനിക്ക് കുതിർക്കേണം, പ്രസവം കഴിഞ്ഞുടനെ ഇടിക്കേണം. 2 കിലോ അരി എനിക്ക് കുതിർക്കേണം, പ്രസവം കഴിഞ്ഞുടനെ ഇടിക്കേണം. ഇടിച്ചിടിച്ച് രസിക്കണം, ഈസിയായി ഇടിക്കണം, എൻജോയ് ചെയ്തിടണം, വീണ്ടും എൻജോയ് ചെയ്തിടണം. മാരാരേ മാരാരേ മണ്ടത്തരം പറയല്ലേ മാരാരേ, വായിൽ വന്നത് വിളിച്ച് പറയണ മലയാളി നടനാണ് നീ, ഒരു മലയാളി നടനാണ് നീ. ഇതിനുള്ള കമൻറ്റുകൾ താഴെ ഇടണേ.